സ്വർണം കനകം അല്ല അല്ല കനകം സ്വർണം ബിസ്ക്കറ്റ് തങ്കക്കട്ടി ഇനി ബോധം കെട്ട് വീണ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് എല്ലാവരോടും കൂടെ പറയണം, ആരുടെയും സ്ഥലകാല ബോധം പോകാതെ ശ്രദ്ധിക്കണം. ലച്ചൂസേ, പ്രത്യേകിച്ച് നീ. സോറി അളിയ ഇത് ഒറിജിനലാണോ? നമുക്കൊന്ന് ഉരച്ചു നോക്കിയാലോ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. സിദ്ധു കുറെ സ്വർണ്ണത്തെ കണ്ടിട്ടുള്ള ആളല്ലേ, അല്ലെ സിദ്ധു? അതെ അതെ അതെ, ഞാൻ എത്രയോ ഗോൾഡ് കണ്ടിട്ടുള്ള കണ്ടിട്ടേ ഇത് ഒറിജിനൽ ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ അറബികളുടെ മക്കള് വരെ ഇതുപോലത്തെ ബിസ്ക്കറ്റ് ഇട്ടേ കളിക്കുന്നേ, സ്വർണ്ണ ബിസ്ക്കറ്റ്. അയ്യേ, അവങ്ങൾക്ക് വിളയാടുறதுக்கு വേറെ ടോയ്സ് എല്ലാം ഇല്ലയാ? 5 മിനിറ്റ് മിണ്ടായിരിക്കും എല്ലാം തറാ ഞാൻ. അളിയ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാ ഒരു കാര്യം ചെയ്യാം, ഈ ബിസ്ക്കറ്റ് എല്ലാം എടുത്ത് ഈ തിരിച്ച് ബാഗിൽ വെക്കാം. എന്നിട്ട് ബാഗ് കൊണ്ട് നമുക്ക് സേഫ് ആക്കി കട്ടിലടി വെക്കാം. ഓക്കെ ഓക്കെ, തിരിച്ചു തിരിച്ചു തിരിച്ചു. சரி, டாடி ഇതിന് എவ்வளவு പവൻ വരും? കണ്ട മൈൻഡ് ചെയ്യണ്ട, എടുത്ത് സൂക്ഷിച്ചു. ഓ തങ്കം, കട്ടിലടി ആരും കണ്ട അളിയ വീല തുറക്കണ്ട. അതെ, നമുക്കേ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ ചെയ്യാം. നീ വായിരിപ്പിനും ഉണ്ടായിരുന്നോ? ഇനി ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ രാത്രിയിലത്തെ ഫുഡ് ഞാൻ കട്ട് ചെയ്യും. ഇതെന്താ എല്ലാരും എന്റെ പുറകെ നടക്കണേ? അളയല്ലേ നമ്മുടെ നേതാവ്. അതിന് അപ്പം എടാ മുമ്പിൽ ഒന്ന് മാറി ഇന്ന്. അളയ കുന്ന് പറഞ്ഞോണ്ടിരിക്കാതെ കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ തുറന്നു. അളിയാ അളയാ, എനിക്ക് തോന്നുന്നതേ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വള്ളി ഉണ്ടെന്നാ. ഓ വള്ളിയൊന്നും അല്ല മോനെ, പണ്ടൊരു ജോത്സ്യൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തോന്നറിയോ, നമ്മുടെ കുടുംബത്തിന് നിധി കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന്. ഇപ്പൊ അത് സത്യമായില്ലേ? ഓ പിന്നെ നിധി ഇരിക്കണം. എന്റെ അമ്മൂമ്മ ഇത് നിധി ഒന്നും അല്ല, ഞാൻ അളിയന്റെ സൈഡിലാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്വർണത്തിന്റെ പുറകിൽ എന്തോ ഒരു വശപ്പശ കൊണ്ട്. ഞാനേ ചിന്തിച്ച് നോക്കിയപ്പം ഇത് ഗൾഫിൽ നിന്ന് സ്മഗിൾ ചെയ്ത് വന്ന ഗോൾഡ് ആവാനാണ് സാധ്യത. കസ്റ്റംസ് ചേസ് ചെയ്ത് പിടിക്കപ്പെടുവെന്നായപ്പോ ഇത് പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞു കാണണം. ഇതിന്റെ പിന്നിലെ ഏതോ വലിയ ടീമുണ്ട്. ചേച്ചേ, ഇത് അളിയാൻ പറഞ്ഞായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോളേ ഇന്നലെ രാത്രി നമ്മുടെ പാലച്ചോടില്ലേ ജംഗ്ഷനിൽ ഒരു മരത്തിൽ ഒരു വണ്ടി ഇടിച്ചായിരുന്നു നിയന്ത്രണം വിട്ട്. മിക്കവാറും യവന്മാരുടെ ആയിരിക്കും, സ്മഗ്ലേഴ്സിന്റെ. അല്ല, അപ്പൊ സിദ്ധു പറയുന്നത് സത്യമാണോ? ആയിരിക്കും. ഇടക്കിടന്ന് നിലവിളിക്കല്ലേ. ഈ കാര്യം പാറുവിനെ അറിയിക്കണ്ടേ, സ്വർണത്തിന്റെ കാര്യം? പിഞ്ച് മനസ്സാണ്. നമ്മൾ പോലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ രാജ്യത്തുള്ള എല്ലാരെയും വിളിച്ച് പറയും. കുറഞ്ഞത് അവളുടെ ആ കുഞ്ഞിപ്പപ്പിയെങ്കിലും വിളിച്ച് പറയും. അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാല്ല, പോസ്റ്റർ അടിക്കും. അവസാനം നാട്ടുകാർ മൊത്തം ഇങ്ങോട്ട് എഴുന്നുള്ളൂ. എന്തിന്? സ്വർണത്തിന്റെ പങ്ക് ചോദിക്കാൻ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യെസ്. ഈ സ്വർണം കളഞ്ഞു പോയവന്മാരെ ഈ സ്വർണം തപ്പി എന്തായാലും വരൂലേ? അത് എന്തായാലും നല്ലൊരു ബെഡാ പാർട്ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന്മാർ എന്തായാലും CCTV ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ CCTV കാണൂലേ നീ ബാഗ് എടുത്തോണ്ട് പോണത്? അങ്ങനെയാണെങ്കിൽ നീ പെടൂലേ? നമ്മളെല്ലാരും പെടൂലേ? അളിയാ, അവിടെ CCTV ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഞാൻ നോക്കിയില്ല. അല്ല, അങ്ങനെ ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ എന്താ, സ്വർണം നമ്മളിങ്ങ് എടുക്കുന്നു, ബാഗ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവിടുന്നു. ആഹാ, ആ വൃത്തി ഉണ്ടല്ലോ അപാരം തന്നെ കേട്ടാ. പിന്നെന്തുവാ, സ്വർണം അവിടെ കൊണ്ടിട്ട് ബാഗും കൊണ്ട് പോരണോ? അതെ, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നതേ സ്വർണം ഗോൾഡ് ബിസ്ക്കറ്റ്. എനിക്കത് തനി തങ്കമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം,
ഗോൾഡ് മൊത്തമേ ഞാൻ ഒരു മാസത്തേക്ക് എന്റെ കയ്യിൽ കസ്റ്റഡിയിൽ സേഫ് ആക്കി വെക്കും. ആ അത് നല്ലൊരു ഐഡിയ. കൊള്ളാല്ലാതെ എന്ത് നൈസില് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് അമുക്കാൻ സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കൂല. സ്വർണ്ണത്തെ തൊട്ടുനോക്കൂടാ. അയ്യോ